സംസ്ഥാനത്ത് പകർച്ചവ്യാധി ഭീതിക്കിടയിൽ മരണനിരക്കിൽ വർധന. കഴിഞ്ഞ 13 ദിവസത്തിനിടയിൽ വിവിധ രോഗങ്ങളായി 41 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട്. ഇൻഫ്ലുവൻസ, എലിപ്പനി, ഡെങ്കിപ്പനി, ഷിഗല്ല എന്നിവയുടെ വ്യാപനം ആരോഗ്യവകുപ്പിനെ കൂടുതൽ ജാഗ്രതയിലാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം ആശങ്ക ഉയർത്തുന്നു. കഴിഞ്ഞ 13 ദിവസത്തിനിടയിൽ മാത്രം 41 പേർ വിവിധ രോഗങ്ങൾ ബാധിച്ച് മരിച്ചതായാണ് റിപ്പോർട്ട്. ഇൻഫ്ലുവൻസ ബാധിച്ച് 9 പേർക്ക് ജീവൻ നഷ്ടമായപ്പോൾ എലിപ്പനി ബാധിച്ച് 8 പേരും ഡെങ്കിപ്പനി ബാധിച്ച് 5 പേരും മരിച്ചു. തൃശൂരിലെ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇടവിട്ടുള്ള മഴയാണ് രോഗവ്യാപനത്തിന് പ്രധാന കാരണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ 5 ദിവസത്തിനിടയിൽ മാത്രം 10,000-ലധികം പേർ പനി ബാധിച്ച് ചികിത്സ തേടിയതായും കഴിഞ്ഞ ദിവസം മാത്രം 11,534 പേർ ആശുപത്രികളിൽ എത്തിയതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിനോടകം 135 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതിനാൽ 59 പേർ ഈ മാസം മാത്രം ചികിത്സ തേടിയവരാണ്. ഷിഗല്ല വ്യാപന സാധ്യത കണക്കിലെടുത്ത് വയനാട് ഉൾപ്പെടെ ജില്ലകളിൽ കൂടുതൽ ജാഗ്രത തുടരുകയാണ്. കുട്ടികളുമായി പുറത്തു പോകുന്നതും പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതും ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുന്നതായും അധികൃതർ അറിയിച്ചു. ഷിഗല്ല പ്രധാനമായും കുടലിനെ ബാധിക്കുന്ന ബാക്ടീരിയ രോഗമാണ്. വയറിളക്കം, പനി, വയറുവേദന, ക്ഷീണം, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് ഏകദേശം 3 ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. മീഡിയ ടൈം, തൃശൂർ.